എല്ലാ മാന്യ സുഹൃത്തുക്കളെയും വന്ദനം ചെയ്യുന്നു. മലയാളക്കരയിൽ ഓരോ ദിവസവും വ്യത്യസ്തവും വളരെ രസകരവുമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനിട വന്നത് 2-3 ചാനലുകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് മറുനാടനാണ്. മറുനാടൻ വളരെ ശക്തമായി പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ സംസാരിക്കുകയാണ്. ബിനു വാഴമുട്ടം എന്നാണ് അവിടുത്തെ ശുശ്രൂഷകന്റെ പേര്. അദ്ദേഹം നടത്തുന്ന ചില പദ്ധതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് വൃദ്ധസദനവും അതുപോലെ ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളുമാണ്. അവകൾക്കകത്തൊരു കൊച്ചിനെ ഉപദ്രവിച്ചു എന്നാണ് പുറത്ത് കേൾക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട ശബ്ദമുയർന്നു. അതിനകത്ത് 2-3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് പോലീസിന്റെ പരിഗണനയിലിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് നീതി എന്താണ് അത് കണക്കാക്കി തന്നെ നടപ്പിലാകണം എന്ന് ബിനുവും പറയുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊന്നും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ബിനു വാഴമുട്ടം അതിനോട് നേരിട്ട് കുറ്റക്കാരനല്ല എന്ന് അയാൾ തന്നെ പറയുന്നു. അയാളുടെ സ്ഥാപനത്തിൽ അനേകം സ്റ്റാഫുകളുണ്ട്. അവരുടെ കൈക്ക് ഇത്തരത്തിൽ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അയാൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ അതിന്റെ പുറകെ നടന്ന് നമ്മൾ അയാൾ എന്തെന്തോ ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതിന്റെ ചുവട് പിടിച്ച് ഓമല്ലൂർ പഞ്ചായത്തിന്റെ കീഴിൽ അവർ നടത്തുന്ന ഒരു ആരാധനാലയം, എലോഹീം വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ് നടത്തുന്ന ആരാധനാലയം, അത് ഓമല്ലൂരിലാണ്. അപ്പോൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരൻ എങ്ങോട്ടാണ് അത് അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം അങ്ങനെ കൊണ്ട് പറയുന്നത് പോലെ തോന്നി, ഒരു പ്രസിഡന്റ്. അവരാണ് ടെലിവിഷന് മുമ്പിൽ സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അവിടെ വരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അവരോട് പത്രക്കാർ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ പ്രശ്നം? ആരാധന നിങ്ങൾ തടസ്സപ്പെടുത്തിയത് എന്തിനാണ്? അപ്പൊ അവർ പറയുകയാണ്, ഞങ്ങൾ ആരാധന തടസ്സപ്പെടുത്തിയില്ല, ഞങ്ങൾക്ക് ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വ്യക്തമായ കാരണമൊന്നും പറയുന്നില്ല. ഏതായാലും ഒരു കാരണം അവർ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വളരെ ഗൗരവമുള്ള കാരണമാണ്. അവർ പറഞ്ഞത്, തലേ ദിവസം അവരവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിപ്പോലും അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ ഒരാളെ കെട്ടിയിട്ടിരുന്നു എന്നോ പൂട്ടിയിട്ടിരുന്നു എന്നോ ആണ് അവർ ആരോപിക്കുന്നത്. അത് ചിലപ്പോൾ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ചർച്ചകളിൽ അങ്ങനെ കെട്ടിയിടാറും പൂട്ടിയിടാറും ഒക്കെ ഉണ്ട്. പിശാച് ബാധിച്ച ആൾക്കാരെ പൂർണ്ണമായി അവർ റിലീസായിട്ടില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനോ സാധ്യതയുള്ളത് കൊണ്ട് അവരെ അത്തരത്തിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അമ്മാതിരിയാണോ ഇത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ആ ഭാഗം ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ആ ഭാഗം തുടരാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ഇവിടുത്തെ പ്രസിഡന്റിനെ വിഷമിപ്പിച്ചത് അതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. കൃത്യമാണ് കേട്ടോ, അവർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. കൂടെ ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, ഒരു വിദ്വാൻ നിൽപ്പുണ്ട്. പുള്ളി ക്രിസ്ത്യാനിയാണെന്നാ പറയുന്നത്, ഏതാണെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പുള്ളിയും വളരെ സ്ട്രോങ് ആയി, അങ്ങനെ ഒരാളെ പൂട്ടിയിട്ടിരുന്നു, അത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആണ്. പിന്നെ പുള്ളി വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് പേടിപ്പിച്ചവരെ എന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ അതൊക്കെ വളരെ മോശമാണ്, അതിനെതിരെയാണ് അവർ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്. എനിക്കിതിലെ ഒരു പോസിറ്റീവ് കാണാൻ ഇട വന്നത്, കേരളക്കരയിൽ ഇതുപോലെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കാൻ, അത് BJP ആയിക്കോട്ടെ, ആക്ഷൻ കൗൺസിൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയാൽ മതി, അവർ വന്നാൽ മതി. നോർത്ത് ഇന്ത്യയിൽ ഒരുപാടിടത്ത് നമുക്കിതുപോലെ മനുഷ്യാവകാശത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണാം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ധീര വനിതയായി ഒരു സഹോദരി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവരെ വിശേഷാൽ സല്യൂട്ട് ചെയ്യുകയാണ്. അവരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലൊരു മടങ്ങിവരവ് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ മനുഷ്യാവകാശത്തെ ധ്വംസിച്ചു എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരാളെ തടവറയിൽ വെച്ചു. മുറിക്കകത്ത് പൂട്ടിയിട്ടതാകാം, കെട്ടിയിട്ടതാകാം. അതൊരു പ്രതിസന്ധിയാണ്. ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള കാഴ്ചകളാണ്. ഇതിങ്ങനെ റോഡിലുടനീളം കാണുകയാണ്. മനുഷ്യനെ കുറച്ചു നേരം
ബന്ധനത്തിൽ വച്ചത് അവർക്ക് ആഹാരം കൊടുക്കാതെ വെക്കുന്നില്ല, അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, അവരുടെ മേലുള്ള പൈശാചിക ബാധ ഒഴിവാകുന്നത് വരെ അവരെ നമ്മൾ സൂക്ഷിക്കും. അതിപ്പോ മാനസിക രോഗ ആശുപത്രി പോയാലും കെട്ടിയിടേണ്ടതിനെ കെട്ടിയിടും, ഒറ്റ സെല്ലിടേണ്ടതിനെ സെല്ലിടും. 1-2 ദിവസമല്ല, മാസങ്ങൾ. അതവരെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവരെ ഉപദ്രവിക്കാൻ ചെയ്യുന്നതുമല്ല. പക്ഷെ എനിക്ക് ആതിര മേഡത്തോട് ചോദിക്കാനുള്ളത്, ഈ കാണുന്ന സാധനങ്ങൾ ഇത് മനുഷ്യാവകാശ ധ്വംസനമല്ലേ? മനുഷ്യനെ ശരീരത്തിൽ കൊളുത്തുകൊണ്ട് തൂക്കി ഒരു തടിക്കഷണത്തെ ലോറിയിൽ വെച്ച് കെട്ടി അതിന്റെ മേളിൽ അയാളെ കൊളുത്തിയിട്ട് കൊച്ചുങ്ങളെ വരെ തൂക്കിടുന്ന സാധനങ്ങളുണ്ട്. വളരെ പിഞ്ചു കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൂങ്ങി കിടക്കുന്ന സാധനങ്ങളുണ്ട്. ശരീരത്തിൽ കമ്പികൾ കുത്തിക്കയറ്റുന്ന കലാപരിപാടികളുണ്ട്. ഇവകളൊക്കെ മനുഷ്യാവകാശ ധ്വംസനമാണ്. ഇവകൾ കണ്ടു നിൽക്കുന്നത് പോലും പിള്ളേരുടെ ഹൃദയത്തെ തകർക്കുന്നതാണ്. ഏത് ദൈവത്തിന്റെ പേരിലായാലും ഇവകളെ അവസാനിപ്പിക്കാൻ ആതിരയെ പോലുള്ളവർ മുൻപിൽ നിൽക്കണം. ഞങ്ങൾ വയസ്സായവർ പുറകെ നിന്നോളാം. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും നിവർത്തി ആൾക്കാർ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറച്ചു നേരം ഒരാളെ പിടിച്ച് ബന്ധിച്ചിട്ടിരുന്നത് അയാളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടി? ഇത് ചോദിക്കാൻ ആതിരയെ പോലുള്ള നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടികൾ മുമ്പിലേക്ക് ഇറങ്ങണം. ഞങ്ങൾ നിങ്ങളെ പോലുള്ളവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആക്ഷൻ കൗൺസിലുകാരനും ഇറങ്ങി വരണം. വേറൊരു വെള്ളം ഉടുപ്പിട്ടവനും അവിടെ കിടന്ന് ഓളം വെക്കുന്നത് കണ്ടു. നിങ്ങളെ പോലുള്ളവർക്ക് ഇറങ്ങി വരണം, ആവശ്യമാണ്. അപ്പൊ നിങ്ങളൊക്കെ ചേർന്ന് ഇവിടെ നടത്തുന്ന ഈ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും നിർത്തലാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് നിർത്തലാക്കലല്ല, അവകൾ ഇവിടെ കാണിക്കും. നിങ്ങളുടെ കൂട്ടായ്മയാണ് മാറിത്തരേണ്ടത് എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം നടപ്പിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഭാഗം അവിടെ നിർത്തി ഇതിന്റെ ഒറിജിനൽ വിഷയത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒറിജിനൽ വിഷയം സ്ഥാപനം നടത്തലാണ്. ഒന്ന്, ബിനുവിന്റെ ചർച്ചും അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങൾ. ബിനു പാസ്റ്റർ അവിടെ ആരാധന നടത്തുന്നു എന്ന് പറയുന്നു. അവിടെ 2000-ഓളം ജനം കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ജനം അവിടെ കൂടി വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കാണണമല്ലോ, എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അയാൾ ഭൂതത്തെ ഒഴിക്കുന്നു, ആൾക്കാർക്ക് സുഖം കൊടുക്കുന്നു. സുഖം കിട്ടുന്നവര് പോയാൽ മതിയെന്നേ. അയാൾ ആരെങ്കിലും വിരട്ടി വരുത്തുന്നുണ്ടോ? ഇവിടെ വന്നില്ലെങ്കിൽ അങ്കിൽ കണക്കെടുക്കണം. അല്ല, വരുന്നവർക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുന്നു, അയാളുടെ ഭൂതം കളയുന്നു. അവർക്ക് കുടുംബത്തിൽ മെച്ചമുണ്ടാവുന്നെങ്കിൽ അവർ വരട്ടെ, എന്താ കുഴപ്പം? പിന്നെ ഇന്ന് രാവിലെ എന്റെ വീട്ടിലൊരുത്തൻ വന്നിരുന്നു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ പറയാണ് അയാൾ വളരെ മോശമാണ്. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? അയാൾ പണ്ട് ബൈക്കിലാണ് നടന്നത്, ഇപ്പൊ അയാൾ കാറിലാണ് നടക്കുന്നത്. ഇപ്പൊ അയാൾ വീട് വെക്കുകയാണ്. ഇത് മോശമാണോ? ഒരാൾ മരണം വരെ ബൈക്കിൽ നടക്കുന്നതാണോ നല്ല കാര്യം, അതോ ബൈക്ക് ഇല്ലാതെ നടക്കുന്നതാണോ നല്ല കാര്യം? അയാളൊരു വാഹനം മേടിക്കുന്നതോ അയാളൊരു നല്ല വീട് വെക്കുന്നതോ സമൂഹത്തിൽ 10 പേരുടെ കണ്ണുനീരൊപ്പുന്നെങ്കിൽ അത് ഒപ്പുന്നതോ പ്രശ്നമാണോ? ഇവിടെ ആക്ഷൻ കൗൺസിലുകാരൻ നിൽപ്പുണ്ടല്ലോ, അയാളുടെ വീട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അയാളുടെ അമ്മയപ്പനെ അയാൾ നോക്കുന്നുണ്ടോ? അമ്മായിയപ്പനെ അമ്മായിയമ്മയെ അയാൾ നോക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, അല്ലേ? എനിക്ക് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്. എന്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് അങ്കിളും ആന്റിയും ഉണ്ട്, അവരെ ഞാൻ നോക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ ഇപ്പോഴും വയസ്സായ 3 പേരുണ്ട്, 80+ ഉള്ള 3 പേരുണ്ട്. അവരെ ഞാൻ നന്നായി നോക്കുന്നുണ്ട്. എനിക്ക് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി അത് പറയാൻ പറ്റും. പല രാജ്യങ്ങളിലും എനിക്ക് പോയി ചർച്ച് പാസ്റ്ററായിട്ടിരിക്കാനുള്ള ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവകളൊക്കെ ഒഴിവാക്കിയത് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി തന്നെയാണ്. മമ്മിയെ നന്നായി നോക്കുവാനും യാത്രയാക്കുവാനും കഴിഞ്ഞു. ഇനി ഡാഡിയുണ്ട്, അങ്കിൾ ആന്റിയുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ നന്നായി നോക്കുന്നു. അവരുടെ കൂടെ ഞങ്ങൾ നന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ ഇനി ഞാനൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ ആഗ്രഹിച്ചാൽ 10 പേരെ കൊണ്ടുവന്ന് അവരുടെ കണ്ണുനീരൊപ്പാമെന്ന് വിചാരിച്ചാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരാളെ എങ്ങനെ നോക്കിയാലും അവരുടെ പരാതി നമ്മൾ കേൾക്കേണ്ടി വരും. അതിന് സംശയമൊന്നും വേണ്ട. ആരും സഹായിച്ചാലും അവർ പരാതി പറയും, അതിന് സംശയം വേണ്ട. ഇപ്പൊ ഇവിടെ വന്ന പഞ്ചായത്ത് മെമ്പറോട് എനിക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ പ്രസിഡന്റിനോട് ചോദിക്കാറുള്ളത്, ഒരു 5 പേരെ ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ നിർത്താൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? വലിയ മുണ്ടും മടക്കി വൃത്തി ഇറങ്ങിയല്ലോ,
അനീതിക്കെതിരെ നീതിയുള്ളത് ചെയ്യാൻ നിങ്ങൾക്ക് ആംബിയറുണ്ടോ? 5 വയസ്സായവർക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടു നിർത്തി അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ, അവരുടെ ആഹാര കാര്യങ്ങൾ നോക്കാനുള്ള ആംബിയർ നിങ്ങൾക്കുണ്ടോ? അത് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ചെയ്യുന്നവരുടെ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയാൻ. ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആദ്യം നിങ്ങൾ നോക്കണം. അല്ലാതെ അയാൾ അത് തിന്നുന്നു ഇത് തിന്നുന്നു പൈസ അടിച്ചു മാറ്റുന്നു. എന്ത് പൈസ അടിച്ചു മാറ്റുന്നതായി പറയുന്നത്? ചിലരുടെങ്കിലും കണ്ണുനീര് തുടയ്ക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അത് കഴിയുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ബിനു വാഴമുട്ടൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കണം, അത് ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ വർത്തമാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അയാൾ നടത്തുന്ന സ്ഥാപനം പൂട്ടിക്കെട്ടണം. ഇത് നല്ല നടപടിയല്ല. ഇതാണ് തിന്മയായ പരിപാടി. ഇതിന്റെ പിറകിലെ അജണ്ട എന്തൊക്കെ നല്ല ബോധ്യമുണ്ട് എനിക്ക്. ഇത് തിന്മയായ ഐഡിയ ആണ്. ഇതിവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്ത ആക്ഷൻ കൗൺസിലും പരിപാടിയും ഒക്കെ അത്ര വിജയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് കേരളക്കരയാണ്. ജനം ഇത്തിരി ഡയബറ്റിക്കും കാര്യങ്ങൾക്കുമായിട്ട് അവർ ഗോതമ്പൊക്കെ കഴിക്കാൻ തുടങ്ങിയെങ്കിലും അരിയാഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. നോർത്ത് ഇന്ത്യയിലുള്ള ഇടത്ത് വലത്തും തിരിച്ചറിയില്ലാത്ത ജനത്തെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ ആ കലാപരിപാടി ഒന്നും വിജയിക്കില്ല എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ വിജയിക്കാൻ തീരെ സാധ്യമല്ല. വിഡിയുടെ പോലീസാണ് കേരളത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇവർ വന്ന് കിടന്ന് കാണിച്ച ഒരു കോലാഹലത്തെയും പോലീസുകാർ കയറൂരി വിട്ടില്ല, സ്ട്രോങ് ആയി അതിനെ നോക്കി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അവർക്ക് ക്രൈസ്തവരോട് മമതയുള്ളത് കൊണ്ടൊന്നുമല്ല, BJPയോട് വെറുപ്പുള്ളത് കൊണ്ട്. BJP മുമ്പിൽ ചാടിയാൽ അതിനെ ചെറുക്കാൻ കമ്മ്യൂണിസ്റ്റ് ചാടും. ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല കേട്ടോ. അവര് ചാടിയാലും ഇവര് ചാടിയാലും കേരളത്തിലെ ജനതയ്ക്ക് കുറച്ച് ബോധമുള്ളത് കൊണ്ട് ബോധപൂർവമുള്ള നിങ്ങളുടെ ഈ പരിപാടികൾ നടപ്പിൽ വരില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് 5 പേരെ നിങ്ങൾ ആദ്യം നോക്കണം. അവരുടെ കണ്ണുനീര് നിങ്ങൾ ഒപ്പി നോക്കണം. ഞാനിത് ചെയ്തിട്ട് അവരുടെ വായന ചീത്തവിളിയും ഞാൻ കേട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ തിരക്കഥ ഒരുക്കി. അത് കേട്ട മനുഷ്യനാണ് ഞാൻ. കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അവരുടെ പുറകെ നടന്ന് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ നടന്നിട്ട് അവരുടെ വായിൽ നിന്ന് നമ്മൾ അവരെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും നോക്കിയെന്ന് കേട്ട മനുഷ്യനാണ് ഞാൻ. 1, 2 ഇടത്തുനിന്നല്ല, ഒരുപാടിടത്തുനിന്ന്. എവിടെയൊക്കെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മുഖത്തു നോക്കി അവരെ നമ്മളെന്തോ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊന്നും പ്രതിസന്ധി ഉള്ളതല്ല, ഇത് കേൾക്കാൻ തയ്യാറുമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനകത്ത് വൃത്തിയില്ലെങ്കിൽ വൃത്തി വരുത്തണം, നല്ല ആഹാരം കൊടുക്കുന്നില്ലെങ്കിൽ ആഹാരം കൊടുപ്പിക്കണം, അവിടുത്തെ ഓർഡറുകൾ ശരിയാവുന്നില്ലെങ്കിൽ അതിനെ ശരിയാക്കണം, തീർത്തും ശരിയാവില്ലെങ്കിൽ അതിനെ പൂട്ടിക്കെട്ടണം. അതല്ല, അത് പൂട്ടിക്കെട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നത് അത് മനുഷ്യത്വമല്ല, അത് മൃഗീയമാണ്. ഇനി അവിടുത്തെ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ച് പള്ളി പൂട്ടിക്കുന്നത് എന്തിനാണ്? അവിടെയാണ് രസം. ഞാൻ സഹോദരി പറയുന്ന ഒരു ചെറിയ വർത്തമാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. എടുത്ത് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പുള്ളി എന്നെ വെള്ള പുതുപ്പശി കിടത്തുന്നു, എന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അധികം നാൾ കാണേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പക്വതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത് നടത്തുന്നത്. നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് നടത്താൻ ഇതില്ലേ, സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എന്നെ അകത്തിടുമെന്നും പറഞ്ഞിട്ടില്ല. ഉൾപ്പെടുത്തിയിട്ടില്ല. ആരാധന നടത്തുന്നതിന് നമ്മളൊരു തടസ്സവും ചെയ്തിട്ടില്ല. ഇവിടെ ബിൽ പാസ് വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ഥാപനം ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 പ്രധാനപ്പെട്ട ഡിമാൻഡ്സ് ആണ്. ആരാധന നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് ആരാധന തടസ്സം ചെയ്തിട്ടില്ല, ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിന്റെ മാത്രം പെർമിഷൻ ഉള്ളിടത്ത് സ്ഥിരമായി ആരാധന നടത്താൻ പറ്റില്ല. അതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഓഡിറ്റോറിയംകാരന് സ്ഥിരമായി കൊടുക്കാമെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓഡിറ്റോറിയംകാരന്റെ ജോലി ഓഡിറ്റോറിയം വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വാടകയ്ക്ക് എടുക്കേണ്ട അവന്റെ ജോലി വാടകയ്ക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അനാശാസ്യ പ്രവർത്തനം നടത്താതിരുന്നാൽ മതി. അതിനകത്ത് പടക്ക നിർമ്മാണം നടത്താതിരുന്നാൽ മതി. അവിടെ കൂടി വരാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഓഡിറ്റോറിയത്തിൽ പിന്നെ കൂടി വരാതെ പിന്നെ അവിടെ എന്തിനുള്ളതാ? കൂടി വരാനുള്ള ഗ്യാതറിങ്ങിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്.
അപ്പൊ ഇവിടുത്തെ പ്രശ്നം, രണ്ട് പ്രശ്നമാണ് അവർ പറയുന്നത്. ഒന്ന്, ഇവിടെ ആരാധന നടത്താൻ പറ്റില്ല. രണ്ട്, ബിനുപ്പാസ് ഇവിടെ വരാൻ പാടില്ല. അപ്പൊ ബിനുവിനെ പേടിച്ചിട്ടാണ് ഈ കിടന്ന് ഓടുന്നത്. അതിന് കാരണം ഇവിടെ തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നു, അയാൾ യൂട്യൂബിൽ ഇടുന്നു, അതിടുന്നു, ഇതിടുന്നു. യൂട്യൂബിലൊക്കെ ഇടുമ്പോ ഇവരുടെയൊക്കെ ദൈവങ്ങളെ ഇയാള് ഈ ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് വിഷമം ഉണ്ടാവും. അത് നമുക്കത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ദൈവങ്ങളെ അവരുടെ ശരീരത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇവർക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ മാക്സിമം സംയമനം പാലിച്ച് അവർ ചെയ്യാൻ പറ്റുന്നുള്ള ചെയ്യാണ്. ഇവിടെ പറയുന്നത് കേൾക്കുക, ബിനുപ്പാസിലൂടെ വരാൻ പാടില്ല. അപ്പൊ പുള്ളിക്ക് വരാൻ പറ്റില്ലേ. രണ്ട്, ജനം ഇവിടെ ആരാധിക്കാൻ പാടില്ല, പിന്നെ വേറെ എവിടെ വേണമെങ്കിലും ആരാധിക്കാം. അപ്പൊ അടുത്തൊരു തമാശ, ബിനുപ്പാസ് 4 വർഷം കൊണ്ട് അവിടെ ഒരു സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ്, അവിടെ പെർമിഷൻ കൊടുക്കത്തില്ല. ഈ മഹതി കസരയെന്ന് പറഞ്ഞു പോലും ഞാൻ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം ഇയാളിവിടെ പള്ളി വെക്കില്ല. അപ്പൊ അത് കൊള്ളാം. അപ്പൊ എവിടെയെങ്കിലും ആരാധിച്ചോട്ടെ, ഇവിടെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്ന് അതിന് പെർമിഷൻ കൊടുക്ക്. 2.5 ഏക്കർ സ്ഥലം കിടക്കല്ലേ, നിങ്ങളുടെ സകല മാനദണ്ഡങ്ങളും നോക്കി അവിടെ ആൾക്കാർക്ക് ആരാധനയ്ക്ക് കൂടി വരാൻ സൗകര്യത്തിന് പെർമിഷൻ കൊടുക്ക്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് ഓമല്ലൂർ പഞ്ചായത്തിനകത്ത് ഇവർ ആരാധിക്കുന്ന ചിലർക്ക് ഇരിക്കാനൊക്കില്ല എന്ന ബോധ്യം ഇവർക്കുണ്ടായപ്പോഴാണ്, ഇവരുടെ ചില ദൈവങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള ഇരിപ്പുണ്ടാവില്ല എന്നതുകൊണ്ടാണ് ഇവർ ഇതിനെ പൂട്ടിക്കാൻ ശ്രമം നടത്തുന്നത്. ഇത് രസകരമാണ്. ബൈബിളിൽ പൗലോസ് ശ്ലീഹൻ പണ്ട് എഫെസോസ് എന്ന പട്ടണത്തിൽ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് ദേവിയുടെ അമ്പലം ഇരുന്ന ടൗണാണ്. ആ ടൗണിൽ പൗലോസ് ശ്ലീഹൻ ശുശ്രൂഷയ്ക്ക് പോയി. മൂപ്പര് ശുശ്രൂഷിച്ച് വന്നപ്പോ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അർത്തമീസിന്റെ അമ്പലത്തിന്റെ ക്ഷീണം വന്നു. അമ്പലത്തിന് ക്ഷീണം വന്നത് മാത്രമല്ല, ക്ഷീണം വന്നിട്ട് അവിടുത്തെ വിഗ്രഹ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ അർത്തമീസിന്റെ രൂപം ഉണ്ടാക്കി വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഈ കച്ചവടക്കാരുടെ കച്ചവടം പോയി. അപ്പൊ കച്ചവടം പോയപ്പോ അവര് ചർച്ചയായി, ഇവിടെ എന്താണ് കച്ചവടം കുറയുന്നത്. അപ്പം മനസ്സിലായി, പൗലോസ് എന്നൊരുത്തൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ആൾക്കാരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, കയ്യാൽ തീർത്തത് ദൈവം അല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ ദൈവത്തെ വാങ്ങാൻ വരാത്തത്. ഇത് കണ്ടിട്ട് ഈ വിഗ്രഹം ഉണ്ടാക്കുന്നതിന്റെ ഹോൾസെയിൽ ഡീലർ ദിമിത്രിയോസ് എന്നൊരുത്തനുണ്ട്. മൂപ്പര് കൂടെ പണിയെന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഞാനത് ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം, രസകരമാണ്. പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 23 മുതലാണ്. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. ഏത് മാർഗം? ഈ ക്രൈസ്തവ മാർഗത്തെ ചൊല്ലി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമല്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ബിനുപ്പാസ് ചെന്നെടുത്ത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നില്ലെങ്കിലും ഏതാണ്ടൊരു സാധനം കാണും. എനിക്ക് നന്നായി പരിചയമില്ല. അവിടെ ഇരിക്കുന്ന സാധനം ഏറി വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇവർക്കറിയാം. പോയോ ഒന്നും അറിയില്ല. മാത്രമല്ല, ചുറ്റുപാടുമുള്ള ജനം, 2000-ഓളം ജനം രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവർ സ്വർഗരാജ്യത്തിലേക്ക് യാത്രയ്ക്ക് വേണ്ടി വഴിതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവരിപ്പോ ആക്ഷൻ കൗൺസിലും പ്രസിഡന്റും അതിന്റെ ഖജാൻജിയും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് കൂടി അവിടെ ഇളകിയതുപോലെ ആദ്യ നൂറ്റാണ്ടിൽ ഇളകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യത്തെ ഇളക്കമൊന്നുമല്ല. ഈ വേറെ ഇളക്കമൊക്കെ വചനത്തിൽ നന്നായി പറഞ്ഞിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യമൊന്നുമല്ല. അവിടെ കുഞ്ഞിനെ കെട്ടിയിട്ടു, അതുകൊണ്ട് അതിന് പോലീസ് കേസെടുത്തു. ഇവിടെ ഒരാളെ പൂട്ടിയിട്ടു, അതുകൊണ്ട് ഇവിടെ ആരാ നടത്താൻ പറ്റത്തില്ലെന്നാണോ? ഇവിടെ ഈ ഹോളിൽ നടത്താൻ പറ്റത്തില്ല, ഞങ്ങളൊരു ഹോളിന് പെർമിഷനും തരില്ല. എന്തിനൊക്കെയാണ് പേടിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഓടിക്കളയുന്നാണെങ്കിൽ ഓടിപ്പോട്ടതേ, നിങ്ങൾ തന്നെ പേടിക്കുന്നേ.
അതിനെ പിടിച്ചിരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നാണമില്ല നിങ്ങൾക്ക്. ഇനി രസം ഇതല്ല. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് ദേവിയെ നാർത്ത് വിളിച്ചു. അങ്ങനെ ഇവർ ആർത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. ഗോ ബാക്ക്, ഗോ ബാക്ക് എന്ന് ഇവരോട് ബലവെക്കുന്നുണ്ട്. പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA MP അന്ന് പൗലോസിന്റെ ആൾക്കാരായിരുന്നത് കൊണ്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു, പൗലോസെ അവിടെ പോകണ്ട, അവിടെ അവന്മാർ ചുമ്മാ കിടന്ന് അലമ്പുകയാണ്, അവിടെ പോയാൽ ഞങ്ങൾക്ക് ആ രംഗം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അവിടുത്തെ ക്രമസമാധാന നില നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് പൗലോസ് അങ്ങോട്ട് പോകണ്ട എന്ന് അവിടുത്തെ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു. അടുത്ത തമാശയാണ് തമാശ. ജനസംഘം കലക്കത്തിലായി. മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്നറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. ഇതാണ് ഇവിടുത്തെ സംഭവം. ചിലർ വന്നുകൂടിയത് എന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. ജനമങ്ങ് വന്നുകൂടി, അവർക്ക് എന്തിനാ വന്നുകൂടിയെന്ന് അറിയത്തില്ല. ഇത് തന്നെയാണ് ഈ ടീമിന്റെയും പ്രശ്നം. ഇവരുടെ മുമ്പിൽ മൈക്കോണ്ട് പിടിച്ചു കൊടുക്കുകയാണ് പ്രശ്നം പറയാൻ, പക്ഷെ ഇവർക്ക് പറയാൻ പ്രശ്നമില്ല. ഇതാ ഇതിന്റെ തമാശ. ഒന്ന് ഇച്ചിരിയും കേട്ടോണേ. പ്രാർത്ഥനയ്ക്ക് വന്നത് അവർ ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളാണ്. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്. അവരെ ഇവർ ചതിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കാൻ വന്നതാണ്. അപ്പൊ ആദ്യത്തെ പറച്ചില് ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വന്നതാണ്, അവരെ പറ്റിക്കാതിരിക്കാൻ സഹായിക്കാൻ വന്നതാണ്. ഇനി കേട്ടോണേ. അപ്പൊ കാര്യം വിഷയം ഒന്നായേ. ആരാധനയില് ഇത്രയും പറഞ്ഞു. ഈ ഒരു യൂട്യൂബില് ആരാധനയില്, ഇനി ആരാധനയെ കുറിച്ച് പറയാൻ പോയതാണ്, പിന്നെ അതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് അവരത് വിട്ടു. ഈ യൂട്യൂബില്, ഇനി യൂട്യൂബിനെ കുറിച്ച് പറയാണ്. നമ്മൾ ഒരു അമ്പലത്തിൽ പോന്നു, അവിടെ പോയി യൂട്യൂബ് വിട്ടു. അടുത്ത് നമ്മളൊരു അമ്പലത്തിൽ പോയി. അല്ലാതെ ഇവിടുത്തെ എത്ര പള്ളിയിലെ അച്ഛന്മാർ, നമ്മളൊരു അമ്പലത്തിൽ പോയതുകൊണ്ട് അത് മറന്നുപോയി. ഇവിടുത്തെ പള്ളിയിൽ എത്ര അച്ഛന്മാര് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഈ അച്ഛന്മാരെല്ലാം നമുക്ക് നല്ല ഇതോടെ നിൽക്കുന്ന ഇത് നല്ല ഇതോടെ നിൽക്കുന്ന അത് പിന്നെ അത് മറന്നുപോയി. ഈ ആള് തൊട്ടടുത്തേക്ക് ആളെ കാണിച്ചിട്ട് പറയാ അയാൾ ക്രിസ്ത്യാനയാണെന്ന്. ഈ കൂടെ നിൽക്കുന്ന ആള് ക്രിസ്ത്യാനയാണ്. തുടങ്ങിയ എന്തുവാ? ആരാധനയ്ക്ക് വരുന്ന ആൾക്കാർക്ക് വലിയ ഇതില്ലെന്നുള്ള രീതിയിൽ അവർക്ക് അറിവില്ല, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ ഇവർ വന്ന ഇവരെക്കാളും വിദ്യാഭ്യാസമുള്ള അവിടെ കൂടി വരുന്നേ. വല്ല ഈ വായ്ത്തൊന്നിൽ വിളിച്ച് പറയുക. അടുത്ത് പറയാ യൂട്യൂബ്, അടുത്ത് പറയാ ആരാധന എന്ന് പറഞ്ഞാൽ, അടുത്ത് പറയാ പള്ളിയിലച്ചന്മാരെ അറിയാം, അടുത്ത് പറയാ കൂടെ നിൽക്കുന്നവൻ ക്രിസ്ത്യാനയാണ്. എന്താണ് ഇതാ ഞാൻ പറഞ്ഞേ, കേട്ടോക്കെ. അല്ലാതെ പുള്ളി പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. പുള്ളി എന്തുകൊണ്ട് ഇന്ന് ഇവിടെ വന്നു? പള്ളിയിൽ പോകുന്ന ആൾ എന്തിനു ഇവിടെ വന്നെന്ന് അത് അങ്ങനെ ചോദിക്കണം. അയാൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അയാൾക്ക് അറിയാവോ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതുപോലെ നമുക്ക് ഒരു പ്രശ്നമില്ല ഇവര് വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നിടത്ത് ഒരു യൂട്യൂബ് ചാനലും പൊക്കിയെടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഒരു ആരാധന. ആരാധനയെ കുറിച്ച് ചോദ്യം. യൂട്യൂബും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് മൂപ്പത്തിയുടെ വിചാരം. ഈ വാഴമുട്ടവും അവിടെ ആരാധിക്കുന്ന ആൾക്കാർ കൂടെ ഇതെല്ലാരും കൂടെ ഇത് പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന അതിനോട് വേറെ വിങ് ഉണ്ട്, അവരെ പൊക്കുന്നേ. ഇത് കാണുമ്പോ ഇവർക്ക് വെപ്രാളം വരിക. ഇതതിന്റെ ഫാക്ട്. അല്ല അല്ല അതിനകത്തെ അടുത്ത ആക്ഷൻ കൗൺസിലർ പറയാ ഇവിടെ പേടിപ്പിച്ച് പണം പിരിക്കുക. എന്ത് പേടിപ്പിച്ചു? ആരെ പേടിപ്പിച്ചു? ആരുടെ പണം പിരിച്ചു? കഥ പറയൂ. എന്തുകൊണ്ട് തടഞ്ഞു? കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് ഈ സ്ഥാപനത്തിൽ കണ്ടത് ഒരാളെ പൂട്ടിയിട്ടേക്കുന്നത്. ഞാൻ പറയാം പൂട്ടിയിട്ടേക്കുക, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞങ്ങൾ തടഞ്ഞത്. ഈ ഒരു മിനിറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കത്തില്ല. ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ആളെ ആടി കിട്ടും. SFIയിലെ ഉള്ള പയ്യന്മാർ ഇവിടെ ഇറങ്ങി ചാടി കൊടുത്ത് അടികൊണ്ട് ഊപ്പാട് വന്നു. ഇടിക്ക് മുമ്പിൽ എടുത്ത് ചാടി കൊടുത്തവന്മാർ വെട്ടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കാണിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാം. അല്ലെ, VD പോലീസാ, രമേശ് ചെന്നിത്തല പോലീസാ. കഥ എവിടെ ചെല്ലുമെന്ന് അവർക്ക് നല്ലതായിട്ട് അറിയാം. ഇത് ഒരു വ്യക്തിയുടെ ഒരു ഇതിലെന്താ നടക്കുന്നത്? ഈ സ്ഥാപനത്തിന്റെ മറവിലാണ് ഈ നടന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പിറവിൽ വേറെ എന്തൊക്കെയോ നടക്കുകയാണ് കേട്ടോ. ഇവർക്ക് കൃത്യമായിട്ട് എന്ത് പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. വായി തോന്നിയ വിളിച്ചു പറയാം. കാരണം ഇവർക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, നിങ്ങൾ വിട്ടുപോകണം. ഇത് പച്ചയ്ക്ക് പറയാനുള്ള നാണക്കേടാണ് ഈ സാധനം.
അതിനുവേണ്ടി ഇവർ ഞഞ്ഞാന്ന് പറയുകയാണ്. നിങ്ങളുടെ സാധനം ഏതാ ഇവിടെ ഇരിക്കാത്ത, ആ നാട്ടിൽ ഇരിക്കാത്ത ഏത് സാധനമാ? ആ സാധനം ദൈവം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടൂ. ഇരുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണ്, രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 9:30 വരെ ഒരാളെ കൂട്ടിയിടുന്ന എവിടുത്തെ നിയമം? അതെ, അയ്യോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂട്ടിയിടുന്നത് എവിടത്തെ നിയമാ? ഇതുപോലെ കുളത്തിൽ തൂക്കിയിടുന്നത് എവിടത്തെ നിയമാ? ഇത് എവിടത്തെ ആചാരമായത്? നമ്മളൊക്കെ കാടന്മാരാണോ താമസിക്കുന്നത്? AI എത്തി ഇവിടെ. സുബോധ മനുഷ്യനില്ലേ? റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നത്, യാത്രയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന റോഡുകളിലൂടെ ഒരു നേരമാകും ദൈവങ്ങളെയും കൊണ്ടിറങ്ങി മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാതാക്കി മാറ്റുന്നത് എവിടത്തെ നിയമമാ സഹോദരി? ഇതിനെതിരെയൊക്കെ നിങ്ങൾ പോരെടുക്കാൻ, ഇതിനെതിരെയൊക്കെ നിങ്ങൾ എന്താ പറയാ, സമരം ചെയ്യാൻ ആക്ഷൻ കൗൺസിലും ടീമുകളുമായി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളം ഇതോടെ വൃത്തിയാകുമെന്ന് കരുതുകയാണ്. ഇനി അടുത്ത നമ്മുടെ ആക്ഷൻ കൗൺസിലുകാരുടെ സംസാരം കേൾക്കാം. ഈ ആക്ഷൻ കൗൺസിലെതിരെയല്ല, അത്തരത്തിൽ ഇതിനെ കാണുകയും അത്തരത്തിൽ വാർത്ത നിങ്ങൾക്ക് ദയവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന നടത്തുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നതേ ഇല്ല. ഈ വ്യക്തി നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ നിന്നും പ്രലോഭനങ്ങൾ നടത്തി ആളുകളെ പേടിപ്പിച്ച് അവർക്ക് മറ്റേ ഭൂതമുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി പൈസ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം നടത്തുന്ന ഒരു കേന്ദ്രമാണിത്. ആ കേന്ദ്രത്തിനെതിരെയാണ് ആക്ഷൻ കൗൺസിൽ കേന്ദ്രത്തിനെതിരെയല്ല ഞങ്ങൾ പരാതി കൊടുത്തത്. ഏലോഹി എന്ന് പറയുന്ന ഈ പ്രയർ വർഷിപ്പ് സെന്ററിനെതിരെ ഈ പഞ്ചായത്ത് കമ്മിറ്റി അധികാരം ഏറ്റെടുത്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യത്തെ ഗ്രാമസഭ, ആ ഗ്രാമസഭ വിളിച്ചു ചേർന്നപ്പോൾ 2 ഗ്രാമസഭകൾ, 2 വാർഡ് സഭകൾ ഒന്നടങ്കം ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്കെതിരെ 2 ഗ്രാമസഭകളാണ്. ആലോചിച്ചോണം, 2 വ്യക്തികളല്ല, പിന്നെ ഏതെങ്കിലും പാർട്ടികളല്ല, 2 ഗ്രാമസഭകൾ അത് വ്യക്തമായി അവിടെ പ്രമേയം പാസാക്കി ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിനോട് ഞങ്ങള് വളരെ രസകരമാണ്. 2 ഗ്രാമസഭകൾ നമ്മൾ ചേർന്ന് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇയാളുടെ ആരാധന ഇവിടെ നടക്കില്ലെന്ന്. ഞാൻ രാവിലെ ആ ഏരിയയിലുള്ള ഒരാളിനെ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് അവിടെ ഓമല്ലൂരില് മനുഷ്യക്കുരുതി പോലും നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ അടുത്തിടയ്ക്കല്ല പണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ മനുഷ്യക്കുരുതി പോലും നടന്നിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവരിവിടെ ആരെ പേടിപ്പിച്ചതും പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുക. ലജ്ജയില്ലേ ആക്ഷൻ കൗൺസിലുകാരാ? ഇയാൾ എന്താ പറയുന്നത്? നിങ്ങൾ പേടിക്കുന്നത് ബിനു വാഴമുട്ടവും കൂടെ കുറച്ചുപേരും അവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആരൊക്കെയോ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വെപ്രാളമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൃത്യമായി ചൂണ്ടിക്കാണിക്കണം എന്താണ് വിഷയം. ആ വിഷയങ്ങൾ കണ്ടെത്തണം. അതിനെ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ ഇതിവിടെ നിന്ന് അടച്ചു പൂട്ടിച്ചേ തീരൂ എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് എന്താണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും. നാണക്കേടാണ്, വളരെ ലജ്ജാവഹമാണ് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ബിനു വാഴമുട്ടവും ദൈവദാസന്മാരായിരിക്കുന്നവരും തിരിച്ചറിയേണ്ടത് പൈശാചിക ബാധ ഇളക്കുന്നതൊന്നും വീഡിയോസ് എടുത്ത് പുറത്തു വിടാതിരിക്കുന്നത് നല്ലതാണ്. കാരണം അത് പിശാചിനും വിഷമമാണ്, പിശാചിനാൽ നടത്തപ്പെടുന്ന ആൾക്കാർക്ക് അതിലും വിഷമമാണ്. പിശാച് എന്താണെന്ന് പുറം ലോകം തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല. നമുക്കതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടല്ലോ. അവകളെ ഇളക്കുന്നതും അവകളുടെ പേരുകൾ വിളിച്ചു പറയുന്നതും ഒക്കെ വീഡിയോസ് പുറത്തു വിടാതിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവകൾ വെച്ചുള്ള പരസ്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോട് ചേർന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് നമ്മൾ വില കൊടുക്കേണ്ടതായി വരും. അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെയും സഹായിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ നമുക്കൊക്കില്ല. കാരണം എല്ലാവരെയും സഹായിക്കുക എന്നുള്ളത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. സഹായിക്കുമ്പോൾ ജനത്തിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത് നിഷേധം തന്നെയായിരിക്കും, തെറിവിളി തന്നെയായിരിക്കും, തിന്മയായത് തന്നെയായിരിക്കും.
ക്രിസ്തു ലോകത്തെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ലോകം കർത്താവിന് കൊടുത്തതും തിന്മ തന്നെയാണ്. അത് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. നല്ലതൊന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് എലോഹിം വർഷിപ്പ് സെന്റർക്കാർ ചേർന്ന് കുറച്ചധികം വേദനിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് മാക്സിമം വൃത്തിയായി, മാക്സിമം നല്ല ഭംഗിയായി 10 പേർക്കെങ്കിൽ 10 പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. എങ്ങനെങ്കിലും ഒരു സ്ഥാപനം നടത്തിയാൽ പോരാ, നല്ല സൂപ്പറായി നടത്തണം. നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗഭാഗികളാകണം. പണം കൊടുത്താൽ പോരാ, ഇറങ്ങി പണിയാൻ നിങ്ങൾ തയ്യാറാകണം. അതുപോലെ തന്നെ വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ എന്ന് പറഞ്ഞ് പിള്ളേരെ ഒന്നും കൊണ്ട് നിങ്ങൾ അവിടെ ഇടുവാൻ ശ്രമിക്കരുത്. എനിക്ക് തോന്നുന്നു ഒരു സഹോദരി അവിടെ താമസിപ്പിച്ചിരിക്കുന്നു, അവരുടെ കൊച്ചിന് പോലും പാല് കൊടുക്കാൻ സമയം കൊടുക്കുന്നില്ല എന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടു. എനിക്കറിയാം ഇതൊക്കെ, ഇതിന്റെ പുറകിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കട്ടത കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് നിങ്ങളൊരു ജോലി കൊടുക്കും. അവർ അയ്യോ ഒരു ജോലി കിട്ടിയാൽ മതി, പൈസ കിട്ടിയില്ലേലും വീട്ടിൽ ആഹാരം മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. പക്ഷേ അവരുടെ എല്ലിനെ മൂടി മാംസം വന്നു കഴിയുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മാറും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി പൈസ വല്ലതും കൊടുത്ത് സഹായിച്ച് പറഞ്ഞു വിടുക. നിങ്ങളുടെ ഈ സ്ഥാപനങ്ങളെ സഹായിക്കാൻ അതിന് ഉതകുന്ന പണിക്കാരെ വെച്ച് തന്നെ പണിയിപ്പിക്കുക. ആരും നിങ്ങൾ ഔദാര്യമായി സഹായിക്കാൻ വേണ്ടി ചുമ്മാ വില കൊടുക്കാൻ തയ്യാറാകരുത്. അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് നമ്മെ ഉപദ്രവിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് നല്ലതാണ്, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. തിരിച്ചവരിൽ നിന്ന് തെറിവിളി നമ്മൾ പ്രതീക്ഷിക്കണം. അവർ നാട്ടുകാരുടെ കൂടെ ചേർന്ന് നമ്മളെ ചീത്ത വിളിക്കും, അതും നമ്മൾ പ്രതീക്ഷിക്കണം. നാഥന് മുൾമിടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി എന്ന തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, വിജയിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.